ഗുരുസാഹിതിയിലേക്ക് എല്ലാ ആത്മമിത്രങ്ങൾക്കും സ്വാഗതം. കൺകളത്തனை കരോടിയത്തனை കരിപ്പുലിത്തൊലികളത്തனை திங்களின் கலை விடங்கள் சீரும் அரவங்களத்தனை ചെറിന്തെഴും കങ്കേ നീയുമതുപോൽ കണക്കിലെ നിന്നീരിൽ മൂழ்കുവോരൊവ്വൊன்றையும் ചങ്കരിത്തുയരും അങ്ങ് ചമ്പുവിൻ ചരു പരാഗീതു സത്യമേ. കൺകളത്തனை കരോടിയത്തனை കരിപ്പുലിത്തൊലികളത്തனை திங்களின் கலை விடங்கள் சீரும் அரவங்களத்தனை ചെറിന്തെഴും കങ്കേ നീയുമതുപോൽ കണക്കിലെ നിന്നീരിൽ മൂழ்കുവോരൊവ്വൊன்றையும் ചങ്കരിത്തുയരും അങ്ങ് ചമ്പുവിൻ ചരു പരാഗീതു സത്യമേ. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ഒരു തമിഴ് ശ്ലോകം എന്ന ശീർഷകത്തോടുകൂടി പ്രചാരത്തിലുള്ള ഏക ശ്ലോകിയാണ് ഞാനിവിടെ ആലപിച്ചത്. ഈ ഏക ശ്ലോകിയുടെ സമഗ്രമായ ഒരു വ്യാഖ്യാനം അതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ ഏകശ്ലോകിയിലൂടെ ശ്രീനാരായണ ഗുരുദേവൻ വെളിപ്പെടുത്തി തരുന്ന തത്വം എന്താകുന്നു എന്നതിനെപ്പറ്റി വിചിന്തനം ചെയ്ത് അവതരിപ്പിച്ചിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ആദ്യമായി നമുക്ക് ഈ തമിഴ് ഏകശ്ലോകിയിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം. കൺകൾ എത്തനൈ, കണ്ണുകൾ എത്ര. കരോടി എത്തനൈ, തലയോട്ടികൾ എത്ര. കരിപ്പുലിത്തൊലികൾ എത്തനൈ, ആനത്തോലുകളും പുലിത്തോലുകളും എത്ര. തിങ്കളിൻ കലൈ എത്തനൈ, ചന്ദ്രകലകൾ എത്ര. വിടങ്ങൾ ചീറും അരവങ്ങൾ എത്തനൈ, വിഷങ്ങൾ ചീറ്റുന്ന സീൽക്കാരം മുഴക്കുന്ന വിഷസർപ്പങ്ങൾ എത്ര. ചെറിന്തെഴും കങ്കേ, മേലോട്ട് ഉയർന്ന് ചരിഞ്ഞൊഴുകുന്ന ഗംഗേ, നീയും അതുപോലെ കണക്കിലൈ, നീയും അതുപോലെ തന്നെ കണക്കറ്റവളാണല്ലോ. നിന്നീരിൽ മുഴുകുവോർ ഒവ്വൊன்றைയും, നിന്റെ വെള്ളത്തിൽ മുഴുകുന്ന നിമജ്ജനം ചെയ്യുന്ന ഓരോരുത്തരെയും അല്ലെ എല്ലാവരെയും ചങ്കരിത്ത് ഉയരും, ശങ്കരിച്ച് ശിവമയമാക്കി തീർത്ത് ഉയരമുള്ളവളായി നീ വിരാജിക്കും. അങ്കു അങ്കു എന്ന് പറയാൻ അവിടെ നാ. ചമ്പുവിൻ ചരു, ശംഭുവിൻ്റെ ചരു സ്വത്വസ്വരൂപ കൂട്ട്. പരാഗി, പര ആകി, മറ്റൊന്നായി മാറി. ഇത് സത്യമേ, ഇത് സത്യം തന്നെയാണ്. ഈ ഏകശ്ലോകിയുടെ വാച്യാർത്ഥം ഇങ്ങനെയാണ്. കണ്ണുകൾ എത്ര, തലയോട്ടികൾ എത്ര, ആനത്തോലുകളും പുലിത്തോലുകളും എത്ര. ചന്ദ്രക്കലകൾ എത്ര, വിഷം ചീറ്റുന്നവയും സീൽക്കാരം മുഴക്കുന്നവയുമായ സർപ്പങ്ങൾ എത്ര. അങ്ങനെയെല്ലാമുള്ള ശിവസ്വരൂപത്തിൽ നിന്നും പൊന്തിച്ചുയർന്ന് ചരിഞ്ഞൊഴുകുന്ന ഗംഗയെ, നിനക്കും അതുപോലെ കണക്കില്ലല്ലോ. ഗംഗാധര സ്വരൂപത്തിൽ നീയും വിലീനയാണല്ലോ. നിന്റെ വെള്ളത്തിൽ നിമജ്ജനം ചെയ്യുന്നവരെ എല്ലാം ശങ്കരിച്ച് അഥവാ ശിവമയമാക്കി തീർത്ത് നീ ശംഭുവിൻ്റെ സ്വത്വസ്വരൂപക്കൂട്ടിൻ്റെ ഉണ്മയെ മറ്റൊന്നാക്കി മാറ്റിക്കളയുന്നുവല്ലോ. ഇത് സത്യം തന്നെ. ഈ ഏകശ്ലോകിയിലൂടെ ശ്രീനാരായണ ഗുരുദേവൻ ശിവഗംഗ
എന്താകുന്നു എന്ന് ദാർശനികമായി വിചിന്തനം ചെയ്ത് ശിവഗംഗാ സ്വരൂപത്തെ ശിവനിൽ നിന്നും അന്യമല്ലാത്ത, അല്ലെ ശിവന്റെ തന്നെ ശിവ സങ്കല്പത്തിൽ ശിവന് 64 ഭാവസ്വരൂപങ്ങളാണുള്ളത്. ആ 64 ഭാവസ്വരൂപങ്ങളെ ഓരോരോ ബിംബകൽപ്പനകൾ നടത്തിയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ 64 ഭാവസ്വരൂപങ്ങളിൽ ഒരു ഭാവസ്വരൂപമായ ഗംഗാധര ഭാവസ്വരൂപം, ആ ഗംഗാധര ഭാവസ്വരൂപം എന്ന് പറയുമ്പോൾ ഗംഗയെ തിരുമുടിയിൽ ഒളിപ്പിക്കുന്ന നിലയിൽ ആണ് ആ ശിവന്റെ സ്വത്വസ്വരൂപം അവിടെ ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നത്. പുരാണങ്ങളിലൊക്കെ ശിവൻ തിരിജടയിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഒളികാമുഖി എന്ന നിലയിലാണ് ശിവഗംഗ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് ഉപോദ്ബലകമായി പല പുരാണ കഥകളുണ്ട്. പക്ഷെ ആ പുരാണ കഥകൾക്കൊക്കെയുള്ള പ്രത്യേകത, എല്ലാ പുരാണ കഥകളും ഓരോ അന്യാപദേശ കഥകളാണ്. എന്താണോ അതിൽ പറഞ്ഞിരിക്കുന്നത് ആ കാര്യത്തെ ശരിക്കും വാഗർത്ഥത്തിലോ വാച്യാർത്ഥത്തിലോ അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെ അന്യാപദേശമറയിൽ നിന്നും മാറ്റി, അല്ലെ അന്യാപദേശമറ മാറ്റി ശരിക്കും താത്വികമായി പുരാണ കവി അതിൽ അവതരിപ്പിച്ചിരിക്കുന്ന തത്വത്തെ മനസ്സിലാക്കുക. അതിന് പുരാണ പാരായണ കല വശമാക്കിയിട്ടുള്ളവർക്ക് മാത്രമേ അതിൽ സാധിക്കൂ. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ഭാരതീയമായ പുരാണേതിഹാസങ്ങളും അതുപോലെ വേദോപനിഷത്തുക്കളും ഒക്കെ ശരിയാവണ്ണം പഠിച്ച് പല പുരാണ കഥകളെയും അതുപോലെ അന്യാപദേശ കഥകളെയും ഒക്കെ ദൃഷ്ടാന്തങ്ങളാക്കി താത്വിക സത്യങ്ങളാണ് നമുക്ക് മുന്നിൽ വെളിപ്പെടുത്തി തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും ഗംഗാധരൻ എന്ന് പറയുന്നത് ശിവന്റെ 64 ഭാവസ്വരൂപങ്ങളിൽ ഒന്ന് മാത്രമാണ് എന്നാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്. പക്ഷെ എന്താണ് ഈ ഗംഗാധര തത്വം, എന്താണ് ശിവഗംഗ എന്നുള്ളതിനെപ്പറ്റി സമഗ്രമായി വിചിന്തനം ചെയ്ത് ഒരു ഏക ശ്ലോകിയിലൂടെ ഇവിടെ ഗുരുദേവൻ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇതൊരു തമിഴ് ഏകശ്ലോകിയാണ്. അപ്പോൾ ഇതിൽ പ്രയോഗിച്ചിരിക്കുന്ന ഭാഷ അത് തികച്ചും യോഗാത്മകവും അതുപോലെ പ്രാചീന തമിഴ് കൂടിക്കലർന്ന ഒരു പദപ്രയോഗ ശൈലിയാണ് ഈ ഏകശ്ലോകിയുടെ രചനയിൽ ഗുരുദേവൻ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധാപൂർവം വ്യാഖ്യാനിച്ചെങ്കിൽ മാത്രമേ ഈ ഏകശ്ലോകിയിലൂടെ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ജ്ഞാനരഹസ്യത്തെ നമുക്ക് വെളിപ്പെടുത്തി അറിയാനായി സാധിക്കും. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോയിലൂടെ നടത്തുന്നത്. ഈ ഏകശ്ലോകിയുടെ വ്യാഖ്യാനം നമുക്ക് അടുത്ത ഒരു ഭാഗമായി അവതരിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആമുഖമായി ഇത്രയും കാര്യങ്ങളാണ് പറയുവാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഏകശ്ലോകിയുടെ വ്യാഖ്യാനത്തിലേക്ക് കടക്കാവുന്നതാണ്. ശിവന്റെ ഗംഗാധര ഭാവസ്വരൂപത്തെ പ്രകീർത്തിച്ചെഴുതിയ അനന്യമായൊരു ഏകശ്ലോക കൃതിയാണിത്. ഗുരുദേവകൃതമായ ശ്രീകൃഷ്ണ ദർശനത്തിൽ എപ്രകാരമാണോ ശ്രീകൃഷ്ണ പൊരുളിനെ ഒരു ദർശനമായി, അല്ലെ ശ്രീകൃഷ്ണ ദർശനം എന്ന തരത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്, അപ്രകാരം ഈ ഏകശ്ലോകിയിൽ ഗംഗാധര തത്വദർശന അഥവാ ശിവഗംഗാ ദർശനമാണ് ഗുരുദേവൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ധ്യാനയോഗ സാധനയിലൂടെ ഗംഗാധരനായ ശിവനെ യോഗീശ്വരനായും ശിവഗംഗയെ അർദ്ധയോഗീശ്വരിയായും ഗുരുദേവൻ ദർശിച്ചു. ശിവനെ യോഗീശ്വരനായി ചിത്രീകരിച്ചിട്ടുള്ള കൃതികളുടെ എണ്ണം അസംഖ്യമാണ്. എന്നാൽ ശിവഗംഗയെ അർദ്ധയോഗീശ്വരിയായി വാഴ്ത്തുന്ന കൃതികൾ വേറെ ഇല്ല. പുരാണേതിഹാസങ്ങളിൽ ശിവന്റെ ഒളി കാമുകിയായിട്ടാണ് ശിവഗംഗ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. വാൽമീകി രാമായണത്തിലും മഹാഭാരതത്തിലും ബ്രഹ്മാണ്ഡ പുരാണത്തിലും ദേവി ഭാഗവതത്തിലുമൊക്കെ ഗംഗയെ ഭാഗീരഥിയായും ജാഹ്നവിയായും ശന്തനുവിൻ്റെ ഭാര്യയായും ഭീഷ്മരുടെ മാതാവായും ഒക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. അങ്ങനെയെല്ലാമുള്ള ഗംഗയെ മൂല്യനവീകരണം ചെയ്ത് ഗംഗാധരനായി ശിവനെയും അർദ്ധയോഗീശ്വരിയായി ശിവഗംഗയെയും ദാർശനിക തെളിമയോടുകൂടി
ഈ ഏകശ്ലോക കൃതിയിൽ ഗുരു അവതരിപ്പിച്ചിരിക്കുന്നു. ഈ ഏകശ്ലോകി ഗുരുവിൻ്റെ ആത്മകഥ രൂപേണയുള്ള ഒരു രചനയാണ്. ശ്ലോകത്തിൻ്റെ ആദ്യ പകുതിയിൽ ആത്മകഥ രൂപേണയുള്ള 5 ചോദ്യങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. കൺകൾ എത്തൊനൈ, കണ്ണുകൾ എത്ര? കരോടി എത്തൊനൈ, തലയോട്ടികൾ എത്ര? കരിപ്പുലി തൊലികൾ എത്തൊനൈ, ആനത്തോലുകളും പുലിത്തോലുകളും എത്ര? ട്വിങ്കളിൻ കലൈ എത്തൊനൈ, ചന്ദ്രക്കലകൾ എത്ര? വിടങ്ങൾ ചീറും മരവങ്ങൾ എത്തൊനൈ, വിഷം ചീറ്റുകയും സീൽക്കാരം മുഴക്കുകയും ചെയ്യുന്ന സർപ്പങ്ങൾ എത്ര? ഇവയാണ് ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ ഓരോന്നും ധ്യാനയോഗസ്ഥിതനായ ഒരു ശിവയോഗിയുടെ ചോദ്യങ്ങളാണ്. ഗംഗാധരനായ ശിവനെ സാക്ഷാത്കാര ബുദ്ധിയോടുകൂടി ധ്യാനിച്ച ഗുരുദേവന്റെ ധ്യാന നേത്രത്തിൽ ആദ്യം തെളിഞ്ഞത് ശിവന്റെ കണ്ണുകളാണ്. ഗംഗാധരനായ ശിവൻ മനുഷ്യാകാരം പൂണ്ടവനാണെങ്കിലും മനുഷ്യരിൽ നിന്നും ഒരു പ്രധാന വ്യത്യാസം ശിവനിൽ ഗുരു ദർശിച്ചു. ശിവൻ മുക്കണ്ണനാകുന്നു എന്നതാണ് ആ വ്യത്യാസം. ശിവന്റെ 3-ാം കണ്ണ് തുറന്നാൽ നേത്രാഗ്നി വമിക്കുമെന്നും ആ അഗ്നിപാതമേറ്റാൽ ഭസ്മീകരിക്കപ്പെട്ടു പോകും എന്നുമാണ് കേൾവിപ്പെട്ടിരിക്കുന്നത്. ശിവന്റെ നോട്ടം തൃക്കൺ കണ്ടാക്ഷം അഥവാ തിരുക്കൺ പാർക്കൽ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ശിവൻ തൃക്കൺ പാർക്കുന്നിടമെല്ലാം മംഗളകരവും അനുഗ്രഹീതവുമായി തീരുമെന്നും കേൾവിപ്പെട്ടിരിക്കുന്നു. ഇതെന്തൊരു വിരോധാഭാസമാണ്! ഇക്കാര്യമാണ് ഇവിടെ വിചാരം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ദർശനം അഥവാ കാണലാണ് കണ്ണിൻ്റെ ധർമ്മം. ദർശനം 2 പ്രകാരത്തിലുണ്ട്: ബാഹ്യദർശനവും അന്തർദർശനവും. പുറം കണ്ണുകളിലൂടെയുള്ള നോക്കിക്കാണലാണ് ലോകനം. ലോകനം ചെയ്യപ്പെടുന്നതെന്തോ അതാണ് ലോകം. ബാഹ്യനേത്രങ്ങളിലൂടെയുള്ള നോക്കിക്കാണൽ വെറും ലോകനമാണ്. ആലോകനവും അവലോകനവുമാണ് ലോകത്തെ ജ്ഞാനമയമാക്കി തീർക്കുന്നത്. പുറം കാഴ്ചകളിലൂടെ സംസിദ്ധമായി തീരുന്ന വസ്തുബോധത്തെ കാര്യകാരണസഹിതം വിചാരം ചെയ്തറിയുന്ന ചൂഴ്ന്നുനോട്ടമാണ് ആലോകനം. ആലോകനത്തിലൂടെ സംസിദ്ധമായി തീരുന്ന വസ്തുതാപരവും വസ്തുപരവുമായ ബോധനത്തിലൂടെ സമാർജിതമായി തീരുന്ന അറിവിനെ പ്രമാണങ്ങളുടെയും ശാസ്ത്രയുക്തിയുടെയും ദാർശനിക യുക്തിയുടെയും ഒക്കെ പിൻബലത്തോടുകൂടി സ്ഫുടം ചെയ്ത് സാക്ഷാത്കരിച്ചെടുക്കുന്ന ബോധവൃത്തിയാണ് അവലോകനം. അവലോകിത സത്യം കറതീർന്ന ജ്ഞാനമായി ചിത്തത്തിൽ പ്രതിഷ്ഠിതമായി തീരും. അതാണ് സംശുദ്ധമായ ജ്ഞാനം. ഇടതടവില്ലാത്ത ഉണ്ടായിമറയലുകളുടെ നൈരന്തര്യമാണ് ലോക കാഴ്ച. ആ ഉണ്ടായിമറയലുകളെ സൂക്ഷ്മദൃക്കിലൂടെ നോക്കിയാൽ മാത്രമേ കാണാൻ സാധിക്കൂ. അവലോകനത്തിലൂടെ അകക്കണ്ണിൽ തെളിഞ്ഞു പ്രകാശിക്കുന്ന വസ്തുബോധമാണ് അന്തർദർശനം. ശിവൻ ജ്ഞാനസ്വരൂപമൂർത്തിയാണ്. അങ്ങനെയുള്ള ശിവനെ ദർശിക്കുവാൻ ബാഹ്യനേത്രത്തിലൂടെയുള്ള നോട്ടം പര്യാപ്തമല്ല. ഹേ സത്യാന്വേഷക, എന്നെ ശരിയായി അറിയണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ എൻ്റെ 3-ാം കണ്ണിലേക്ക് ധ്യാനനേത്രം തുറന്നു പിടിക്കൂ. ശിവൻ മൗനസംവാദം നടത്തുന്നതുപോലെ ഗുരുദേവന് തോന്നി. ഗുരുദേവൻ ധ്യാനനേത്രം തുറന്ന് ശിവന്റെ 3-ാം കണ്ണിലേക്ക് നോക്കി. 1 കോടി ബാലാക്കന്മാർ ഒന്നിച്ചു ഉദിച്ചുയർന്നാലുണ്ടാകുന്നത്ര പ്രഭാപൂരത്തിൽ ഗുരുവിൻ്റെ ധ്യാനനേത്രം അമർന്നു. ഓരോ ബാലാർക്കനും ഓരോ ശിവനേത്രമായി ഗുരുവിന് അനുഭവപ്പെട്ടു. ആ ജ്ഞാനാഗ്നിയിൽ ഗുരു സ്വയം അലിഞ്ഞു ചേർന്നു. സർവത്തെയും പ്രകാശമയമായി ഗുരു അനുഭവിച്ചറിഞ്ഞു. ധ്യാനനേത്രം ചിമ്മിത്തുറന്ന് ഗംഗാധരമൂർത്തിയെ ഗുരുദേവൻ ഉറ്റുനോക്കി. ഗംഗാധരമൂർത്തിയുടെ അർത്ഥനിമീലിതമായ 3-ാം കണ്ണിൽ നോക്കി ഗുരുദേവൻ അത്ഭുതം കൂറി. കൺകൾ എത്തനൈ. കാമദേവനെ ചുട്ടരിച്ച ക്രോധാഗ്നി വമിച്ച ശിവന്റെ 3-ാം കണ്ണിനെ മൂല്യനവീകരണം ചെയ്ത് ദർശിച്ച ഗുരുദേവൻ ക്രോധാഗ്നിയെ ജ്ഞാനാഗ്നിയായിട്ടാണ് സാക്ഷാത്കരിച്ചത്. ശിവന്റെ 3-ാം കണ്ണിൽ നിന്ന് വമിക്കുന്ന അഗ്നിപാതമേറ്റാൽ ഭസ്മീകരിക്കപ്പെടും എന്നത് അവിദ്യാകൽപിതമായ ബോധവൃത്തികളാകുന്നു എന്നും അതിൻ്റെ ഫലമായി വിദ്യാപ്രഭാവിതമായ ജ്ഞാനസ്വരൂപത സംസിദ്ധമായി തീരും എന്നുമുള്ള അറിവ് ശിവന്റെ 3-ാം കണ്ണിനെ ധ്യാനിച്ച ഗുരു സാക്ഷാത്കരിച്ചെടുത്തു. ആ സാക്ഷാത്കാര നിലയിലിരുന്നു കൊണ്ട് ഗുരുദേവൻ
കൺകളെത്തൊനൈ എന്ന അത്ഭുതം കൂറി. കാഴ്ചകൾ രൂപങ്ങളായാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. രൂപം അഗ്നിഗുണമാണ്. അഗ്നിക്ക് ജ്ഞാനാഗ്നി, മനനാഗ്നി, ധ്യാനാഗ്നി, പ്രാണാഗ്നി, യോഗാഗ്നി എന്നിങ്ങനെ നിരവധി ഭാവാന്തരങ്ങളും. അകക്കണ്ണിലൂടെ ദർശിക്കാൻ പ്രാപ്തിയുള്ളവർക്ക് മാത്രമേ അഗ്നിയുടെ ഭാവസ്വരൂപാന്തര കാഴ്ചകൾ അനുഭവിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഇക്കാര്യമാണ് കൺകളെത്തൊനൈ എന്ന ചോദ്യരൂപേണയുള്ള ആത്മഗതമായി ഈ ശ്ലോകത്തിൽ വരയപ്പെട്ടിരിക്കുന്നത്. ബാഹ്യനേത്രങ്ങളിൽ ബാഹ്യരൂപങ്ങളായും അന്തർനേത്രത്തിൽ ജ്ഞാനസ്വരൂപങ്ങളായും ദർശിതമാകുന്ന രൂപക്കാഴ്ചകളെയാണ് കൺകൾ എന്ന പദപ്രയോഗത്തിൽ ഗുരുദേവൻ സന്നിവേശിപ്പിച്ചത്. ശിവന്റെ മൂന്നാം കണ്ണിനെ യോഗനേത്രത്തിലൂടെയാണ് ഗുരുദേവൻ ധ്യാനിച്ചു സാക്ഷാത്കരിച്ചത്. ശിവന്റെ മൂന്നാം കണ്ണിനെ യോഗനേത്രമായി സാക്ഷാത്കരിച്ചതിനു ശേഷം ശിവന്റെ തലക്കുളം കവിഞ്ഞൊഴുകുന്ന ഗംഗയെ അടുത്തറിയാനുള്ള ധ്യാനത്തിൽ അമർന്ന ഗുരുവിൻ്റെ ധ്യാനനേത്രം ചെന്നുടക്കിയത് ശിവകണ്ഠത്തെ അലങ്കരിക്കുന്ന തലയോട്ടിമാലയിലാണ്. യോഗീശ്വരൻ കൂടിയായ ശിവന്റെ കണ്ഠാഭരണമായ തലയോട്ടിമാലയെ ഒരു ബീഭത്സ വസ്തുവായിട്ടല്ല ഗുരുദേവൻ ദർശിച്ചത്. സ്ഥൂലദേഹത്തെ സൗന്ദര്യവത്തും ഐശ്വര്യവത്തുമാക്കി തീർക്കുന്ന ക്രിയാശക്തി പൂർണ്ണ പ്രഭാവിതമായി വർത്തിക്കുമ്പോൾ ഉത്തമാംഗമായ ശിരസ് കേശാലങ്കൃതവും തിളക്കമാർന്ന നയനങ്ങളാൽ പ്രശോഭിതവും അധരശോഭയാലും നാസികാശോഭയാലും ചെവിക്കുടകളാലുമൊക്കെ അലങ്കൃതവുമായിരിക്കും. എന്നാൽ ചിജ്ജത ബന്ധമറ്റ ശിരസ് ബീഭത്സവും ഭയങ്കരവുമായ അസ്ഥികൂടമായി അവശേഷിക്കും. സ്ഥൂല ശരീരാഭിമാന നിരാസബോധത്തെ ബിംബവൽക്കരിക്കുന്ന തലയോട്ടിയെ ജ്ഞാനസ്വരൂപതയോടുകൂടി ദർശിച്ച ഗുരുദേവൻ ശൈവതത്വപ്പൊരുളിലെ കാലരൗദ്രത്തിൻ്റെ ബിംബസ്വരൂപമായി തലയോട്ടിയെ ദർശിച്ചു. കാലരൗദ്രത്തിൻ്റെ ചാക്രീയത തലയോട്ടി മാലയിലും ദർശിച്ചു. ആ ദർശനവാങ്മയമാണ് കരോടീയത്വനൈ എന്ന ആത്മഗതമായി വരയപ്പെട്ടിരിക്കുന്നത്. കരിപ്പുലിത്തൊലികളൊത്തനൈ, ഇതാണ് ശ്ലോകത്തിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന മൂന്നാമത്തെ ചോദ്യം. ശിവൻ ആനത്തോൽ കരിമ്പടമായും പുലിത്തോൽ ഉടയാടയായും ധരിച്ചിരിക്കുന്നു എന്ന് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അന്യാപദേശ ദൃഷ്ടാന്ത കഥകളിലൂടെ അതിനു പിന്നിലുള്ള ദാർശനിക രഹസ്യവും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ ദിഗംബരനായും ചിലപ്പോൾ പുലിത്തോൽ ഉടുത്തും മറ്റു ചിലപ്പോൾ ആനത്തോൽ പുതച്ചും സഞ്ചരിക്കുന്നതായി ഭാവന ചെയ്യപ്പെട്ടിട്ടുള്ള ശിവനെ താത്വിക തലത്തിൽ മൂല്യനവീകരണം ചെയ്താണ് ഗുരുകൃതികളിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഉണ്ണാനില്ലാഞ്ഞിരപ്പോട്ടിയും ഒരു വടിയും കൊണ്ടു നീളെ നടക്കും പെൺമൈ പങ്കൻ കുടത്തിൻ കവിളുകവിയുമാറുള്ള കള്ളും ചുമന്നും നിർമ്മാണം പോൽ ചിലപ്പോൾ അരയിലൊരു കരിത്തോലുടുത്തും നടക്കും വൻമായം നിൻ തകപ്പൻ വികൃതികൾ പറവാൻ ആദിശേഷനുമാമോ എന്നാണ് സുബ്രഹ്മണ്യ കീർത്തനം എന്ന കൃതിയിൽ ഗുരുദേവൻ അത്ഭുതം കൂറിയിട്ടുള്ളത്. ആന കായശക്തിയുടെ പ്രതീകമായിരിക്കുമ്പോൾ തന്നെ ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധിയുടെയും ശ്രവണ കൂർമ്മതയുടെയും അന്തർമുഖമായ ധ്യാനത്തിൻ്റെയും കൂടി പ്രതീകമാണ്. അതെങ്ങനെയാണെന്ന് വിശദീകരിക്കാം. ആനയുടെ കണ്ണുകൾ ശരീരവലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ആനയുടെ കണ്ണുകൾ തീരെ വലിപ്പം കുറഞ്ഞവയാണ്. വലിപ്പം കുറഞ്ഞ സ്ഥൂല നേത്രം അന്തർമുഖ ദർശനോന്മുഖമാണ്. യോഗനയനത്തോട് ആനയുടെ കണ്ണുകളെ ഉപമിക്കാവുന്നതാണ്. ആനയുടെ ചെവിക്കുടകൾ മുറം പോലെ വിസ്തൃതങ്ങളാണ്. ആനയുടെ ചെവിക്കുടകൾ സർവ്വദിക്കുകളിൽ നിന്നുമുള്ള ശബ്ദതരംഗങ്ങളെ ഏകോപിപ്പിച്ച് കർണപുടങ്ങളിലേക്ക് അയക്കാൻ വിസ്താരമുള്ള ചെവിക്കുടകൾ ആനയെ സഹായിക്കുന്നു. വശങ്ങൾ പള്ളവയറുകളാലും പിൻഭാഗം ചെവിക്കുടകളാലും മറയ്ക്കപ്പെടുന്നതുകൊണ്ട് ആനയുടെ ദർശനചക്രവാളം ഇടുങ്ങിയതാ. ആ കുറവ് പരിഹരിക്കാൻ ആന ശ്രവണശേഷിയാണ് പ്രയോജനപ്പെടുത്തുന്നത്. യോഗീശ്വരന്മാരായ സാധകന്മാരുടെ ശ്രവണഗ്രാഹ്യ കൂർമ്മതയെയാണ് ആനയുടെ മുറം പോലെയുള്ള ചെവിക്കുടകൾ പ്രതീകവൽക്കരിക്കുന്നത്. ഇനി ആനയുടെ തുമ്പിക്കൈ പരിശോധിക്കാം.
ഒരേ സമയം കരണേന്ദ്രിയമായും ഘ്രാണേന്ദ്രിയമായും ആനയുടെ തുമ്പിക്കൈ വർത്തിക്കുന്നു. ഭക്ഷ്യവും അഭക്ഷ്യവും വിവേചിച്ചറിയാൻ ആന മണത്തെയാണ് ആശ്രയിക്കുന്നത്. ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധിയുടെയും സത്യാസത്യ വിവേക ബുദ്ധിയുടെയും പ്രതീകമാണ് ആനയുടെ തുമ്പിക്കൈ. ഇങ്ങനെയെല്ലാമുള്ള പ്രതീകാംഗ വിശേഷങ്ങളോടുകൂടിയ ആനയുടെ തൊലി കരിമ്പടമാക്കിയ ശിവൻ ഭൗതികതയുടെയും ആത്മീയതയുടെയും സമന്വിത ക്രിയാശക്തിയെയാണ് പ്രതീകവൽക്കരിക്കുന്നത്. പുലിത്തോൽ കാലരൗദ്ര പ്രതീകമാണ്. കാലകാലനും വിഭുവുമായ ശിവൻ കാലരുദ്രനായി ഭാവം പകർന്നാടുമ്പോഴും മംഗളാത്മകമായ സംഹാരക്രിയയാണ് അരങ്ങേറുന്നത്. രൗദ്രഭാവം പ്രാതിഭാസികം മാത്രമാകുന്നു എന്നാണ് ശിവന്റെ പുലിത്തോൽ ഉടയാട പ്രതീകവൽക്കരിക്കുന്നത്. തിങ്കളിൻ കലൈ എത്തൊനൈ, ചന്ദ്രക്കലകൾ എത്ര? ഇതാണ് ശ്ലോകത്തിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന 4ാമത് ചോദ്യം. വൃദ്ധിക്ഷയാത്മകമായ വാഴ്വിനെ പ്രതീകവൽക്കരിക്കുന്ന കാവ്യബിംബമാണ് ചന്ദ്രക്കല. ശൈവതത്വപ്പൊരുളും വൃദ്ധിക്ഷയാത്മകമായ ക്രിയാശക്തി തന്നെയാണ്. ഇതിൽ നിന്നും ഭിന്നമായ ഉർമാവിശേഷം ശിവഗംഗയ്ക്കുണ്ടോ എന്ന ധ്യാനാന്വേഷണത്തിൽ നിരതനായിരുന്നുകൊണ്ട് ഗുരുദേവൻ നടത്തുന്ന ആത്മഗതമാണ് ഇവിടെ ചോദ്യരൂപത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. ശിവജടയെ അലങ്കരിക്കുന്ന ചന്ദ്രക്കലയുടെ പ്രതീകാർത്ഥം തേറിയറിയുന്നതിനുള്ള ധ്യാന സാധനയുടെ സമാരംഭത്തിലാണ് ഈ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നതെന്നുള്ള കാര്യം ഏറെ ശ്രദ്ധേയമാണ്. അമാവാസി പിറ്റേന്ന് മുതൽ ഓരോ കലകളായി വളർന്നുകൊണ്ടിരിക്കുന്ന ചന്ദ്രബിംബം പൗർണമി നാളിൽ വൃത്താകാരമായ പൂർണ്ണചന്ദ്രനായി പരിണാമപ്പെടും. പൗർണമി പിറ്റേന്ന് മുതൽ ഓരോ കലകളായി ക്ഷയിക്കുന്ന ചന്ദ്രബിംബം അമാവാസി നാളിൽ പൂർണ്ണമായും അപ്രത്യക്ഷമാകും. സൂക്ഷ്മാപഗ്രഥനം നടത്തി നോക്കിയാൽ ചന്ദ്രൻ്റെ 16 കലകളാണ് ശൂന്യതയിൽ നിന്നും പൂർണ്ണതയിലേക്കും പൂർണ്ണതയിൽ നിന്നും ശൂന്യതയിലേക്കും ചാക്രികമായി വളർന്നും ക്ഷയിച്ചും വിരാജിക്കുന്നത്. ചന്ദ്രൻ്റെ കലകളെ 16ആയി എണ്ണിത്തിട്ടപ്പെടുത്തുന്നുണ്ടെങ്കിലും ഓരോ ചാന്ദ്രമാസത്തിനും ഉണ്ടായി മറയുന്ന പൂർണ്ണചന്ദ്രൻ ഒരു ജ്യോതിർഗോളമല്ല എന്നുള്ളതാണ് സത്യം. സൂര്യനെയും ഭൂമിയെയും നിയതമായി ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചന്ദ്രൻ ഭൂമിക്ക് അഭിമുഖമായി വരുന്ന പ്രതലത്തിൽ ജ്വലിക്കുന്ന സൗരാഗ്നിയുടെ പ്രതിഫലനമാണ് ചന്ദ്രക്കലകളായി നാം ദർശിക്കുന്നത്. വെയിലായും നിലാവായും മാറി മാറി ഭാവം പകർന്നാടുന്ന സൗരാഗ്നിയാൽ പ്രഭാവിതമായ ചന്ദ്രക്കല സ്വന്തമായ ഉണ്മയില്ലാത്തതാണെങ്കിലും ഋതുഭേദങ്ങൾക്ക് കാരണഭൂതമായ ക്രിയാശക്തിയായും ധാന്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങളിലും ഫലവൃക്ഷങ്ങളിലും പരാഗണ സഹായിയായും കന്നുകാലികൾ മുതലായ ജന്തുക്കളിൽ പ്രജനനോന്മുഖമായ ക്രിയാശക്തിയായും സർഗധനാത്മക ശക്തിയായുമെല്ലാം വർത്തിക്കുന്ന നിലാവിൻ്റെ സൃഷ്ടിപരതയാണത് സൂചിപ്പിക്കുന്നത്. സൃഷ്ടിന്മുഖ സംഹാരാത്മകമായ ക്രിയാശക്തിയായി വിരാജിക്കുന്ന ശൈവതത്വപ്പൊരുളിനെ നൈസർഗിക ക്രിയാവിശേഷമായി പ്രഭാസിക്കുന്ന നിലാവും വെയിലും പ്രദാനം ചെയ്യുന്ന സൗരാഗ്നി പ്രതീകമായ ചന്ദ്രകലയെ ശിവജടയിൽ അലങ്കാരമാക്കി ഭാവന ചെയ്ത ഋഷികൽപ്പന അപാരം തന്നെ. ആദിത്യൻ്റെ 12 ഭാവസ്വരൂപങ്ങളുടെ പട്ടികയിൽ ശിവനുമുണ്ട് എന്നുള്ള കാര്യവും ചിന്തനീയമാണ്. ചന്ദ്രകലകളെ ധ്യാനമനന നിധിധ്യാസനാദികൾക്ക് വിധേയമാക്കിയാൽ ആ സാധന അനന്തതയിലേക്ക് നീണ്ടു പോവുകയും പ്രാപഞ്ചികവും പ്രാപഞ്ചികേതരവുമായ സർവത്തിൻ്റെയും പൊരുളിൻ്റെ പൊരുളായി വർത്തിക്കുന്ന അഗ്നിതത്വമാഹാത്മ്യം സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്യും. സൂര്യോപനിഷത്തും ഇക്കാര്യം തന്നെയാണ് വെളിപ്പെടുത്തി തരുന്നത്. ശിവജടയെ അലങ്കരിക്കുന്ന ചന്ദ്രക്കലയെ മനനം ചെയ്ത് ധ്യാനസാക്ഷാത്കാരം നേടിയ ഗുരുദേവന്റെ തിങ്കളിൻ കലൈകളിലെ തൊനൈ എന്ന അത്ഭുതം കൂറലിനെ ഇത്തരത്തിലാണ് ധ്യാനിച്ച് മനസ്സിലാക്കേണ്ടത്. വിടങ്ങൾ ചീറും അരവങ്കളത്തനൈ, ഇതാണ് ഗുരുദേവന്റെ ആത്മകഥ രൂപേണയുള്ള 5ാമത് ചോദ്യം. പത്തി വിരിച്ച് സിംഹാരം പുറപ്പെടുവിക്കുന്ന സർപ്പങ്ങളാണ് അരവങ്ങൾ. പാമ്പുകൾ കണ്ണും കാതുമുള്ള ജീവികളാണെങ്കിലും
അവയുടെ കണ്ണും കാതും ഒരേ സമയം പ്രവർത്തിക്കുകയില്ല എന്നാണ് നിരീക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇഴഞ്ഞു സഞ്ചരിക്കുന്ന പാമ്പുകൾ പരിസര നിരീക്ഷണം നടത്തുന്നതിന് വേണ്ടിയാണ് പത്തി വിരിച്ച് തലപൊക്കി നിൽക്കുന്നത്. പത്തി വിരിച്ച സർപ്പങ്ങളുടെ ആട്ടം ശബ്ദ നിരീക്ഷണാർത്ഥമുള്ള ചലനമാണ്. പാമ്പാട്ടി ഊതുന്ന പകിടിക്ക് മുന്നിൽ ആടുന്ന പാമ്പിനെ നോക്കി ഇക്കാര്യം സ്ഥിരീകരിക്കാവുന്നതാണ്. ആടുമ്പോൾ അവയുടെ കണ്ണുകൾ പ്രവർത്തനക്ഷമങ്ങളായിരിക്കുകയില്ല. ചക്ഷുശ്രവണം എന്ന പര്യായം സർപ്പങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നതിൻ്റെ രഹസ്യമിതാ. പത്തി വിരിച്ചാടുന്ന സർപ്പങ്ങൾ ശീർക്കാരം പുറപ്പെടുവിക്കുന്നത് ശത്രു സാന്നിധ്യത്തെ അറിയുമ്പോഴുള്ള പ്രതികരണം എന്ന നിലയ്ക്കാണ്. ഹേ ശത്രു, ഞാൻ നിന്നെ ഉപദ്രവിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല ഇവിടെ നിലകൊള്ളുന്നത്. നീ എനിക്ക് ഉപദ്രവിയാകാതെ പിന്തിരിയുക. ഇതാണ് വിഷസർപ്പത്തിൻ്റെ ശീർക്കാരം മുഴക്കലിൻ്റെ അർത്ഥം. ആക്രമിക്കപ്പെടാതെ കടന്നാക്രമിക്കുന്ന ജീവികളല്ല സർപ്പങ്ങൾ. ശത്രുഭയമുണ്ടാകുമ്പോൾ മാത്രമേ വിഷപ്പാമ്പുകൾ വിഷം വമിക്കാറൂ. പ്രകൃതികൃതമായ സ്വയം രക്ഷാർത്ഥമുള്ള പ്രതിരോധ വിധാനീയത മാത്രമാണ് പാമ്പിൻ വിഷം. കാലരൗദ്രവും പ്രകൃതികൃതമായ വിധാനീയ നിയതിയുടെ ഭാഗമാകുന്നു എന്നാണ് ശിവന്റെ മെയ്യാഭരണങ്ങളായി വിരാജിക്കുന്ന അരവങ്ങൾ പ്രതീകവൽക്കരിക്കുന്നത്. കാലരൗദ്രം മംഗളാത്മകവും നവസൃഷ്ടിക്ക് വേണ്ടിയുള്ള അനിവാര്യതയുമാകുന്നു എന്നാണ് ശിവമേനയിലെ പത്തിവിരി ചാടുകയും ശീർക്കാരം മുഴക്കുകയും ചെയ്യുന്ന സർപ്പങ്ങളിലൂടെ ഉദ്ഘോഷിക്കപ്പെട്ടിരിക്കുന്നത്. ചെറിന്തഴും കങ്കേ നീയുമതുപോൽ കണക്കിലൈ എന്നാണ് തുടർന്ന് പറഞ്ഞിരിക്കുന്നത്. കണക്ക് എന്ന പദം ഇവിടെ വേറിട്ട് എണ്ണിത്തിട്ടപ്പെടുത്താവുന്ന സ്വത്വസ്വരൂപത അഥവാ ഉണ്മ എന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ശിവന്റെ സ്വത്വസ്വരൂപതയിലെ അഭാജ്യമായ ഘടകം തന്നെയാണ് ശിവഗംഗ. സർപ്പാഭരണങ്ങളും പുലിത്തോൽ ഉടയാടയും ആനത്തോൽ കരിമ്പടവും ത്രിശൂലവും ഡമരുവും അഭയമുദ്രയും വരദമുദ്രയും മൂന്നാം കണ്ണും തിരുജടയിലെ ചന്ദ്രകലയുമെല്ലാം ചേരുമ്പോൾ മാത്രമാണ് ശിവന്റെ ബിംബകൽപ്പന അർത്ഥവത്തായിത്തീരുന്നത്. മെയ്യാഭരണങ്ങളും ത്രിപുണ്ട്രക്കുറിയും ഭസ്മലേപനവും ചെമ്മേനിയും ചെഞ്ചിടയും കൈകളിൽ വഹിച്ചിരിക്കുന്ന ആയുധങ്ങളുമെല്ലാം ഓരോരോ ജ്ഞാനപ്പൊരുളിനെയാണ് പ്രതീകവൽക്കരിക്കുന്നത്. അവയുടെ എല്ലാം ആകത്തുകയാണ് ശിവബിംബം. ശിവജടയിൽ നിന്നും പൊങ്ങിയുയർന്ന് ചെരിഞ്ഞൊഴുകുന്നതായി ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ള ശിവഗംഗയും ശിവബിംബകൽപ്പനയിൽ ഉൾപ്പെടുന്നു. ശിവഗംഗയെ പ്രത്യേകമായ ഉണ്മയോടുകൂടി അടർത്തിയെടുത്തു സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. കങ്കയെ നീയും അതുപോൽ കണക്കിലൈ എന്ന ശ്ലോകഭാഗത്തിൻ്റെ അർത്ഥം ഇത്തരത്തിലാണ് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടത്. നിന്നീരിൽ മൂழ்കുമോ രൗവൻറയും ചങ്കരിത്തുയരും എന്നാണ് തുടർന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ സമർത്ഥനം തന്നെയാണ് കൃതിയുടെ കാതൽ. ഗംഗാജലത്തിൽ നിമജ്ജനം ചെയ്യപ്പെടുന്നവരെല്ലാം ശങ്കരിക്കപ്പെട്ട് അല്ലെങ്കിൽ ഗംഗ അവരെയെല്ലാം ശങ്കരിച്ചുയർത്തും എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ശിവന്റെ തിരുജടയിൽ നിന്നും ഉയർന്നു പൊങ്ങി ചരിഞ്ഞൊഴുകുന്ന രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ശിവഗംഗയെ താത്വികമായി സാക്ഷാത്കരിക്കുന്നവർ ശിവബിംബകൽപ്പനയിലെ ജ്ഞാനപ്രഭാപൂരത്തിൽ വിലയിച്ച് ശിവസായുജ്യ പദപ്രാപ്തിയിൽ എത്തിച്ചേരുമെന്നാണ്. അതെങ്ങനെ എന്ന് വിശദീകരിക്കാം. ശിവയോഗികൾ ശിവനെ യോഗീശ്വരനായിട്ടാണ് ഉപാസിക്കുന്നത്. ശിവതത്വവുമായി യോജിച്ചിരിക്കുന്ന അവസ്ഥയാണ് ശിവയോഗം. വിശ്വം മുഴുവൻ നിറഞ്ഞു വിരാജിക്കുന്ന ഏകവും അഖണ്ഡവുമായ പരമ്പൊരുളായിട്ടാണ് ശിവൻ ഉപാസിക്കപ്പെടുന്നത്. ജ്ഞാനയോഗികളുടെയും ശിവയോഗികളുടെയും ആത്യന്തികമായ ലക്ഷ്യം അദ്വൈത സാക്ഷാത്കാരമാണ്. ജ്ഞാനയോഗികൾ ജ്ഞാനോപാസകരും ശിവയോഗികൾ ശിവോപാസകരുമാണ്. ജ്ഞാനസ്വരൂപനായ ശിവനെയാണ് ശിവയോഗികൾ യോഗസാധനയിലൂടെ സാക്ഷാത്കരിച്ചെടുക്കുന്നത്. യോഗീശ്വരനായി വിരാജിക്കുന്ന ശിവൻ ചെമ്മേനിയനും ചെഞ്ചിടയനുമാണ്.
ജ്ഞാനയോഗ സാധനയിൽ അഭിരമിക്കുന്ന യോഗിയുടെ ശരീരം സ്വയം താപനത്തിന് വിധേയമായി തീരും. ആ പ്രക്രിയയുടെ പാരമ്യത്തിൽ യോഗിയുടെ ശരീരമാസകലം അഗ്നിമയമായി ഭവിക്കുമത്രേ. ചെമ്മേനിയനും ചെഞ്ചിടയനുമായ ശിവൻ ജ്ഞാനയോഗ സാധനയുടെ പാരമ്യത്തിൽ വിരാജിക്കുന്ന യോഗിയുടെ നിലയെയാണ് പ്രതീകവൽക്കരിക്കുന്നത്. യോഗീശ്വരന്മാർ മൂലാധാര ചക്രത്തിൽ നിന്നും കുണ്ടലിനി ശക്തിയെ ഉണർത്തി ഷഡാധാര ചക്രങ്ങളിലൂടെ ഉയർത്തി സഹസ്രാരപത്മത്തിലെത്തിക്കുമ്പോൾ അവർ നാദബ്രഹ്മാനന്ദാനുഭൂതിയിൽ അമരുന്നു. മൗനനിലയിൽ അമർന്നിരുന്നു കൊണ്ട് നാദബ്രഹ്മാനന്ദാനുഭൂതി നുകരുന്ന യോഗീശ്വരനായ ശിവന്റെ ചിത്രമാണ് ഗംഗാധര ബിംബകൽപ്പനയിൽ വരയപ്പെട്ടിരിക്കുന്നത്. മൂലാധാര ചക്രത്തിൽ നിന്നും ഉണർന്നുയരുന്ന കുണ്ടലിനി വിജൃംഭിതമായി സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നീ ആധാരചക്രങ്ങളെ അതിക്രമിച്ച് ബ്രഹ്മരന്ധ്രത്തിലൂടെ സഹസ്രാരപത്മത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെയുള്ള അസംഖ്യം സൂക്ഷ്മനാഡികൾ വിജൃംഭിക്കുകയും കുണ്ടലിനിക്ക് വാലിൽ കുത്തി ഭണം വിരിച്ചാടുന്ന സർപ്പത്തിന്റെ ആകൃതി സംസിദ്ധമായി തീരുകയും ചെയ്യും. ആ നിലയിലെത്തിച്ചേരുന്ന ശിവയോഗിക്ക് താൻ അനുഭവിക്കുന്ന നാദബ്രഹ്മാനന്ദാമൃതധാരയെ തലയോട്ടിയിലെ സ്ഥലം ഭേദിച്ച് മൃദുവായി പുറന്തള്ളാൻ സാധിക്കുമത്രേ. യോഗീശ്വരനായ ശിവന്റെ ഉച്ചിയിൽ നിന്നും ഉയർന്നു പൊങ്ങി ചരിഞ്ഞൊഴുകുന്നതായി ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ള ശിവഗംഗയെ അപ്രകാരമുള്ള നാദബ്രഹ്മാനന്ദാമൃത ധാരാപ്രവാഹമായി വ്യാഖ്യാനിക്കാവുന്നതാണ്. നദിച്ചുകൊണ്ട് അഥവാ ശബ്ദിച്ചുകൊണ്ട് പ്രവഹിക്കുന്നത് എന്നാണ് നദീശബ്ദത്തിന്റെ വാഗർത്ഥം. ഗംഗ എന്ന പദത്തെ ഗണേശാഥർവ ശീർഷോപനിഷത്തിലെ ഗണേശ ഗായത്രിയുമായി ചേർത്ത് വെച്ച് മനനം ചെയ്യുമ്പോൾ ഓങ്കാരസ്വരൂപിണിയായി ഗമിക്കുന്നവൾ എന്ന അർത്ഥം സിദ്ധിക്കുന്നതാണ്. ഓം ഗം ഗണപതയേ നമഃ എന്നാണ് ഗണേശാഥർവ ശീർഷോപനിഷത്തിൽ ഗം എന്ന അക്ഷരം വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഗകാര പൂർവരൂപം, അകാരോ മധ്യമരൂപം, അനുസ്വാരശ്ചാന്ത്യരൂപം, ബിന്ദുരുത്തരരൂപം, നാദസന്ധാനം സംഹിത, സന്ധി സൈഷ ഗണേശീ വിദ്യ എന്ന ആമുഖ വിശദീകരണത്തിനു ശേഷമാണ് ഗം എന്ന ഏകാക്ഷരത്തെ ഓങ്കാരസമമായി ഉപനിഷദ് ഋഷി സമർത്ഥിച്ചിരിക്കുന്നത്. ദേവനാഗരി ലിപിയിലെ ഓങ്കാരത്തെ, ഓം എന്ന ഏകാക്ഷരത്തെ അകാര ഉകാര മകാര യോഗമായി സാക്ഷാത്കരിക്കുന്ന വിദ്യ ഗം എന്ന അക്ഷരത്തെ സാക്ഷാത്കരിച്ച് ഗണപതിയെ സൃഷ്ടിന്മുഖ സംഹാരാത്മകമായ ഏകവും അഖണ്ഡവുമായ ശൈവതത്വപ്പൊരുളായി സാക്ഷാത്കരിക്കാനും പ്രയോജനപ്പെടുത്താം എന്നാണ് ഗണേശ ഗായത്രിയിൽ ഉപദേശിച്ചിരിക്കുന്നത്. സ്കന്ദഗണേശ്വര കൽപ്പിതലിംഗം എന്ന ചിദംബരാഷ്ടകത്തിലും ഗുരു ഈ തത്വം അവതരിപ്പിച്ചിട്ടുണ്ട്. ഗംഗ എന്ന പദത്തെ ഓകാരം തന്നെയായ ഗംകാരത്തിന്റെ ഗമനമായി സാക്ഷാത്കരിക്കുന്ന സാധകന് ശിവഗംഗയെ ഓങ്കാരനാഥ പ്രവാഹ രൂപേണയാണ് സാക്ഷാത്കരിക്കുന്നത്. ഇപ്രകാരം ഗംഗാ സാക്ഷാത്കാരം നടത്തുന്ന ധ്യാനയോഗ സാധനയെയാണ് ശിവഗംഗയുടെ നീരിൽ മൂഴുകുവോരായി ഗുരുദേവൻ വിശേഷിപ്പിച്ചുയർത്തിയിരിക്കുന്നത്. അങ്ങനെയെല്ലാമുള്ള ആളുകളെ അങ്ങനെയുള്ള എല്ലാവരെയും ശിവഗംഗ ശങ്കരിച്ചുയർത്തും എന്ന് പറഞ്ഞതിനു ശേഷം അങ്കു ചമ്പുവിൻ ചരു പരാഗി ഇതു സത്യമേ എന്ന സമർത്ഥനത്തോടു കൂടിയാണ് ഈ ഏകശ്ലോകി ഉപസംഹരിച്ചിരിക്കുന്നത്. അങ്കു എന്ന പദത്തിന്റെ അർത്ഥം അവിടെ എന്നാണ്. മേൽവിവരിച്ച പ്രകാരം ശിവഗംഗാ സാക്ഷാത്കാരം സാധിതമായി തീരുന്ന നിലയെയാണ് അങ്കു എന്ന പദം കൊണ്ട് ദ്യോതിപ്പിച്ചിരിക്കുന്നത്. ആ സാക്ഷാത്കാര സാധനയിൽ എത്തിച്ചേരുന്ന യോഗിയുടെ അന്തർനേത്രത്തിൽ ശിവഗംഗ യോഗീശ്വരനായ ശിവന്റെ ഉച്ചിത്തരം ഭേദിച്ച് മൃദുവായി നദിച്ചുകൊണ്ട് പ്രവഹിക്കുന്ന നാദബ്രഹ്മാനന്ദാമൃത ധാരാപ്രവാഹമായാണ് ദർശിക്കപ്പെടുന്നത്. ശിവഗംഗാ സാന്നിധ്യമില്ലാതെ ഗംഗാധരനും യോഗീശ്വരനുമായ ശിവനെ
ബിംബവൽക്കരിച്ചാൽ അത് പൂർണ്ണമാവില്ല. എപ്രകാരമാണോ ശിവമേനി പങ്കിട്ടെടുത്ത് പാർവതി അർദ്ധനാരീശ്വരിയായി വിരാജിക്കുന്നത്, അപ്രകാരം യോഗീശ്വരനായ ശിവൻ ഉച്ചിസ്തരം ഭേദിച്ച് മൃദുവായൊഴുകുന്ന ഗംഗയെ അർദ്ധയോഗീശ്വരിയായി വ്യാഖ്യാനിക്കാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഗുരുദേവകൃതമായ ഈ തമിഴ് ഏകശ്ലോകിയെ ശിവഗംഗാദർശനമായും ഗംഗാധര തത്വദർശനമായും വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. ശംഭുവിൻ ചരു പരാഗി എന്ന് പറഞ്ഞിരിക്കുന്നതിനെ ശംഭുവിൻ്റെ സ്വത്വസ്വരൂപക്കൂട്ട് അഥവാ ബിംബകൽപ്പന പരയാഗി മറ്റൊരു താത്വിക കാവ്യബിംബമായി പരിണാമപ്പെട്ടു എന്ന തരത്തിലാണ് വ്യാഖ്യാനിച്ചറിയേണ്ടത്. ഇതു സത്യമേ എന്ന പ്രയോഗത്തെ ഇതി ഉപനിഷത്ത് എന്ന ഔപനിഷദമായ ഉപസംഹാര പ്രയോഗമായി മനസ്സിലാക്കാവുന്നതാണ്. സുചിന്തിതവും അർത്ഥശങ്കയ്ക്കിടയില്ലാത്തതുമായ ദർശനമാണിതെന്നാണ് ഗുരു അസന്നിഗ്ധമായി മൊഴിഞ്ഞിരിക്കുന്നത്. ഗംഗാധര തത്വദർശനത്തെ ഒരു തമിഴ് ഏകശ്ലോകിയിലൂടെ ഇത്ര ഭംഗിനിറേണ അവതരിപ്പിക്കുവാൻ ഇന്നോളം മറ്റൊരു കവിക്കും സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം നാം വിസ്മരിച്ചുകൂടാ. ഗുരുവിൻ്റെ ഈ ഏകശ്ലോകിയുടെ ഇത്തരത്തിലൊരു വ്യാഖ്യാനം ചമയ്ക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച ഞാൻ പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.